പ്രണയിക്കുമ്പോൾ നല്ല ത്രില്ലായിരിക്കും. പ്രണയിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും പ്രണയിക്കുന്ന സമയത്തുള്ള ത്രില്ല് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ ത്രില്ലോടുകൂടി ജീവിക്കാം കല്യാണത്തിന് ശേഷം എന്നൊരു ഭാവം ഭാര്യ വിചാരിച്ചതാണ് ഇവിടെ അബദ്ധമായത്. കല്യാണത്തിന് ശേഷം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അതൊന്നും തന്നെ ലഭിക്കുന്നില്ല. അങ്ങനെ മടുത്ത് അവസാനം ഭാര്യ തൻ്റെ സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹപാഠിയുമായി വീണ്ടും പ്രണയത്തിലാകുന്നു. ഇവിടെ ഒരു കുഞ്ഞായി, അത് വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു. എന്നിട്ടും ആ പഴയ തരത്തിലുള്ള ത്രില്ല് ലഭിക്കുന്നില്ല. അത്രേ വളരെ വഞ്ചനാത്മകമായിട്ടാണ് ഈ ഭാര്യ ഇപ്പോൾ പെരുമാറുന്നത്. സാധാരണ ചേറ്റൊന്നുമല്ല, അശ്ലീല ചേറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. ഭർത്താവ് അറിയാതെ ഇവളുടെ ചേറ്റെല്ലാം തന്നെ കണ്ടെത്തി. അവസാനം അത് പ്രശ്നമായി. ഭാര്യ അത് തുറന്നു പറയേണ്ടി വന്നു. അങ്ങനെ കൗൺസിലിങ്ങിലൂടെ ഭാര്യ പറയുന്ന കാര്യം ഇതാണ്: പ്രണയിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ത്രില്ലൊന്നും ലഭിക്കുന്നില്ല, അന്നത്തെ കരുതലും സ്നേഹവും ആ ഒരു സുഖമൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഭാര്യയുടെ പരാതി. പാവം ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. കല്യാണശേഷം, പ്രത്യേകിച്ച് പ്രണയിച്ചിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിൽ തന്നെ കല്യാണശേഷം ഒരുപക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രണയിക്കുന്ന കാലത്ത് നൽകുന്ന തരത്തിലുള്ള ത്രില്ലോട് കൂടിയിട്ടുള്ള ആ പെരുമാറ്റങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ആ ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. തനിക്ക് വലിയ ബിസിനസ്സാണ്, ആ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തന്നെ തരണം ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ സത്യത്തിൽ ഭാര്യയെ ആ പ്രണയിക്കുന്ന കാലത്ത് തരത്തിലുള്ള ഒന്നും തന്നെ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള. ഇവിടെ പാവം ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അവരും പ്രതീക്ഷിച്ചത് പ്രണയിക്കുന്ന കാലത്തുള്ള ത്രില്ലെല്ലാം ലഭിക്കുമെന്നുള്ളത്. പ്രണയിക്കുണ്ടാവുന്ന ഒരു ത്രില്ലെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അതൊന്നും കല്യാണശേഷം ലഭിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ പോയി എന്നുള്ളതാണ് മറ്റൊരു അവസ്ഥ എന്നത്. ഫ്രണ്ട്സ്, ഈ പ്രണയിക്കുമ്പോഴും അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്ന ജീവിതം ഒരുപക്ഷെ രണ്ട് തരത്തിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നുള്ളത്. കാരണം ഉത്തരവാദിത്തങ്ങളാകുന്നു കല്യാണശേഷം, അതുപോലെയല്ല പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ. കല്യാണത്തിന് ശേഷമാണെങ്കിൽ കുഞ്ഞുങ്ങളായി ഉത്തരവാദിത്തങ്ങൾ കൂടി, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കാര്യങ്ങളിലേക്കാണ് അവിടെ ശ്രദ്ധ കൂടുതലായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന കാലത്ത് കൊടുത്തിരുന്ന തരത്തിലുള്ള ആ ത്രില്ലൊന്നും ഭാര്യമാർക്ക് ഒരുപക്ഷെ കൊടുക്കാൻ സാധിച്ചില്ല എന്ന് കരുതി ഒരിക്കലും ഇത്തരത്തിലുള്ള വഞ്ചനകളല്ല ചെയ്യേണ്ടത് എന്നുള്ളത്. കുടുംബത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു വിശുദ്ധിയും ഒരു ഭദ്രതയൊക്കെ തന്നെ, വിശ്വസ്തതയൊക്കെ തന്നെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് പ്രണയിച്ചിട്ടാണെങ്കിൽ പോലും കല്യാണം കഴിച്ച ഭാര്യമാരും അത് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നുള്ള ഇവിടെ സംഭവിച്ചും അത് തന്നെയാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.